കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകനായ റിബേഷ് രാമകൃഷ്ണൻ, മനീഷ്, അതുൽ എന്നിവരെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നു. വടകര ക്രൈംബ്രാഞ്ച് ഓഫീസിലാണ് ചോദ്യം ചെയ്യൽ. ദിലിഷ തിലകൻ വിവരങ്ങളുമായി. ദിലിഷ, CPIMന്റെ സൈബർ ഗ്രൂപ്പ് സംഘങ്ങളെ ഒപ്പം തന്നെ ഈ ഡിവൈഎഫ്ഐ നേതാക്കളിലേക്കൊക്കെ അന്വേഷണം പോകും, ചോദ്യം ചെയ്യുമെന്ന വിവരം നമ്മൾ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടതാണ്. ഇപ്പോൾ ആ നടപടികളിലേക്ക് കടന്നിരിക്കുകയാണോ SIT? തീർച്ചയായിട്ടും അനുജ, ഡിവൈഎഫ്ഐ പ്രവർത്തകരായ റിബേഷ് രാമകൃഷ്ണൻ, അതുപോലെ തന്നെ മനീഷ്, അതുൽ എന്നിവരെയാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നത്. അതായത് വടകരയിലെ ഈ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ വെച്ചിട്ടാണ് ചോദ്യം ചെയ്യുന്നത്. ഈ റെഡ് വളണ്ടിയേഴ്സ് ബറ്റാലിയൻ വാട്സ്ആപ്പ് ഗ്രൂപ്പ് അംഗങ്ങളാണ് അതുലും മനീഷും. ഈ പ്രധാനമായിട്ടും ഈ സ്ക്രീൻഷോട്ടിന്റെ ഉറവിടം കണ്ടെത്തുക തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രധാന ലക്ഷ്യം. ഈ റിബേഷിന് സ്ക്രീൻഷോട്ട് നൽകിയെന്ന് കരുതുന്ന ജിതിൻ ഭാസ്കറിനെയും കഴിഞ്ഞ ദിവസം തന്നെ SIT സംഘം ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. മാത്രമല്ല കൂടുതൽ ഇടത് സൈബർ കേന്ദ്രങ്ങളിലേക്ക് എല്ലാം തന്നെ ഈ അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുമുണ്ട്. കഴിഞ്ഞ ദിവസം ഈ അമ്പലമുക്ക് സഖാക്കൾ, അതുപോലെ തന്നെ പോരാളി ഷാജി എന്നീ ഗ്രൂപ്പ് അഡ്മിന്മാർക്കെല്ലാം തന്നെ ഈ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ വേണ്ടി SIT നോട്ടീസ് നൽകിയിട്ടുണ്ടായിരുന്നു. ഈ റിബേഷ് രാമകൃഷ്ണനിലേക്ക് അന്വേഷണം എത്തിയപ്പോഴാണ് ആഴ്ചകൾക്ക് മുമ്പ് പോലീസ് അന്വേഷണം അവസാനിപ്പിച്ചത്. പിന്നീട് UDF സർക്കാർ അധികാരത്തിൽ എത്തിയ ശേഷം കേസ് പ്രത്യേക അന്വേഷണ സംഘത്തെ ഏൽപ്പിക്കുകയായിരുന്നു. ഈ നോട്ടീസ് ലഭിച്ചവരെല്ലാം തന്നെ ഈ സ്ക്രീൻഷോട്ട് ഗ്രൂപ്പുകളിലും പേജുകളിലും എല്ലാം ഷെയർ ചെയ്തവരാണ് എന്നാണ് അന്വേഷണ സംഘത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം. ഇവരെല്ലാം ചോദ്യം ചെയ്യുന്നതിലൂടെ വ്യാജ സന്ദേശത്തിന്റെ ഉറവിടം വ്യക്തമാകുമെന്ന് തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തലുള്ളത്. മാത്രമല്ല ഈ വ്യാജ സ്ക്രീൻഷോട്ടിന്റെ യഥാർത്ഥ ഉറവിടവും ഡിജിറ്റൽ തെളിവുകളും എല്ലാം കണ്ടെത്താൻ മെറ്റയ്ക്ക് വീണ്ടും കത്തയക്കാനും ഈ SIT സംഘം തീരുമാനിച്ചിട്ടുണ്ട്. കാരണം മുൻപ് ലഭിച്ച വിവരങ്ങൾക്ക് പുറമെ കൂടുതൽ സാങ്കേതിക വിവരങ്ങൾ കൂടി ഇതിൽ പുറത്തു വരേണ്ടതുണ്ട്. അനുജ, കാഫിർ സ്ക്രീൻഷോട്ട് കേസിലാണ് ഡിവൈഎഫ്ഐ നേതാക്കളെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നത് വടകരയിൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.